നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? അതാണിപ്പോൾ പി ജയരാജൻ്റെ അവസ്ഥ. CPM പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വിറക് വെട്ടി, ഒടുവിൽ കറിവേപ്പില പോലെ ചിലർ തന്നെ വലിച്ചെറിഞ്ഞു. സഹികെട്ട് ചിലതൊക്കെ വിളിച്ചു പറയുകയാണ് പി ജയരാജൻ. പക്ഷേ പി ആണോ ആത്മകഥ എഴുതിയത് എന്ന ചോദ്യം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. 12-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് DC ബുക്സ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന പുസ്തകം ഉടൻ റിലീസ് ചെയ്യുന്നുവെന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി പി ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം ഉടൻ വരുന്നു DC ബുക്സിലൂടെ. പക്ഷേ പുറത്തു വന്നത് വിവാദങ്ങളുടെ കൊടുങ്കാറ്റ്. അവിടെ ഒരു കഥ പിറക്കുകയായിരുന്നില്ല, പക്ഷേ പിയുടെ കഥ അവസാനിക്കുകയായിരുന്നു. ഒപ്പം പാർട്ടിയുടെയും. കാലമിത്തിരി പിന്നോട്ട് നടക്കുമ്പോൾ ഒരു വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലെത്തും. അന്ന് പിണറായി വിജയൻ ഒരു ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിന് സമാനമായി ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കേരളത്തിൽ മുഴങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പി തന്നെയായിരുന്നു താരം. കൊളുത്തിവിട്ടതാവട്ടെ BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനും. അപാര സമയം തന്നെ. അതാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഇപ്പോൾ ഹിറ്റാകാനുള്ള കാരണം. എത്ര കൃത്യമായാണ് DC ബുക്സ് ആ ചായയും പരിപ്പുവടയും ഒക്കെ പോളിംഗ് ദിവസം തന്നെ കേരളത്തിന് മുന്നിലെത്തിച്ചത്. കമ്മ്യൂണിസം തീരണമെങ്കിൽ അതിനുള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകണം. അവ പൊട്ടിത്തെറിച്ച് തമ്മിലടിച്ച് ഒടുവിൽ ഒന്നുമില്ലാതായി തീരണം. അതാണിപ്പോൾ കേരളത്തിലും സംഭവിക്കുന്നത്. പണ്ടൊക്കെ അച്ചടക്ക നടപടി എന്ന ഒരു ഇരുമ്പുവേലിക്കുള്ളിൽ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും ഒക്കെ അടച്ചിട്ട് അമരത്തിരിക്കുന്നവർ അർമാദിക്കാറുണ്ട്. പി ജയരാജൻ എഴുതിയ ആത്മകഥ പി പോലും അറിയാതെ അതാരാണ് DC ബുക്സിലെത്തിച്ചത്? ഇത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലുള്ളവർ വിഡ്ഢികളല്ല എന്ന് പാർട്ടി ഓർക്കുക. പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിക്കാനുള്ള ഒരു ബുദ്ധിയാണോ DC ബുക്സ് പ്രയോഗിച്ചത്? അത്ര ദാരിദ്ര്യമൊന്നും DC ലഭിക്കില്ല. പി ജയരാജൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മാതൃഭൂമി ബുക്സ് മുൻപ് പി അറിയിച്ചിരുന്നുവത്രേ. പിന്നീട് പബ്ലിഷർമാർ തമ്മിലുള്ള കുടിപ്പക. അതിൻ്റെ ഭാഗമാണ് DC ബുക്സ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ പുസ്തകം തങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുവെന്ന് ആദ്യം അറിയിക്കുന്നത്. ചിറ്റപ്പന് പാലും വെള്ളത്തിൽ പണി കിട്ടുന്ന അവസ്ഥയാണ് ഒരു വശത്ത്. താൻ അറിയാതെയാണ് ഇത്തരമൊരു ആത്മകഥ DC ബുക്സിൻ്റെ കയ്യിലെത്തിയത്. അതെങ്ങനെ എത്തിയെന്നറിയില്ല. ഇതാണിപ്പോൾ പിയുടെ വിശദീകരണം. താൻ ആത്മകഥ എഴുതുന്നുണ്ട്, എന്നാൽ DC ബുക്സിനെ അത് ഏൽപ്പിച്ചിട്ടില്ല. പാലക്കാട് LDF സ്ഥാനാർത്ഥി P സരിനടക്കം ആവുന്നത്ര പണിയാണ് പി ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ കൊടുത്തിരിക്കുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുമ്പേ മറുകണ്ഠം ചാടി. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണം എന്നത് നേര്. പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലികളായ സന്ദർഭങ്ങളും നിരവധി. PV അൻവർ അതിലൊരു പ്രതീകമാണ്. സ്ഥാനമാനങ്ങൾ തേടി വരുന്നവരെക്കുറിച്ച് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റോ ശരിയോ കാലം തെളിയിക്കട്ടെ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. സർക്കാർ ഏറെ ദുർബലമായി എന്ന് പി ജയരാജൻ തുറന്നടിച്ചിരിക്കുന്നു. അത് പിണറായി വിജയൻ്റെ മസ്തകത്തിനേറ്റ ക്ഷതം തന്നെയാണ്. പി ജയരാജൻ ഇത്തരം പ്രയോഗങ്ങൾ തൻ്റെ ആത്മകഥയിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ തർക്കം. എന്നാൽ DC ബുക്സിന് പി ജയരാജൻ പുസ്തകം ദൂതന്മാർ വഴി കൈമാറിയിരുന്നുവെന്നും DC രവിയുമായി പി ജയരാജൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നുമാണ് DC ബുക്സുമായി ബന്ധപ്പെട്ട ചില ആളുകൾ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ തെളിവുകൾ അവരുടെ പക്കലുണ്ടത്രേ. എന്നാൽ സംഗതി പി ആയിരുന്നതുകൊണ്ട് ഒരു ഫോർമലായ എഗ്രിമെൻ്റ് ഇരുവർക്കുമിടയിൽ ഉണ്ടായതുമില്ല. ഒടുവിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് പാർട്ടിയെ വേട്ടയാടുന്ന ആത്മകഥ വിവാദം. ഇക്കാര്യത്തിൽ പി ജയരാജനോട് CPM വിശദീകരണം തേടുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും വിധത്തിൽ BJPയുമായി ഒരു പാലമിടാനുള്ള ശ്രമങ്ങൾ പി തുടരുകയാണ്. വെള്ളിയാഴ്ച നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നേരിട്ട് താൻ വിശദീകരണം നൽകാമെന്ന് പാർട്ടിയുടെ നേതാക്കളോട് പി പറഞ്ഞു കഴിഞ്ഞു. ആത്മകഥാ വിവാദത്തിൽ ഒട്ടും പി ജയരാജനെ പാർട്ടി വിശ്വാസത്തിലെടുക്കുന്നില്ല. പണ്ട് തന്നെ MV ഗോവിന്ദനുമായി പി ജയരാജൻ അത്ര സ്വരച്ചേർച്ചയിലല്ല. കൊടിയേരിക്ക് ശേഷം താനാണ് പാർട്ടിയുടെ സെക്രട്ടറി ആകേണ്ടത് എന്ന് കരുതിയിരുന്നു പി ജയരാജൻ. എന്നാൽ MV ഗോവിന്ദനെ അവിടെ വാഴിച്ചുകൊണ്ട് പിണറായി വിജയൻ പൂർണ്ണമായി തഴയുകയായിരുന്നു പിയെ. ഇതോടെ പകമൂത്ത പി പലവിധത്തിൽ തൻ്റെ പ്രതിഷേധം പാർട്ടിക്ക് മുന്നിൽ തെളിയിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിരുന്നു പാർട്ടി പരിപാടികളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. ഒടുവിൽ ഗതികെട്ട് പാർട്ടി LDF സ്ഥാനത്ത് നിന്ന് പിയെ പുറത്താക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ പണി പാർട്ടിക്കിട്ട് കൊടുത്തത് പി ജയരാജൻ.
BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച വിവരങ്ങളൊക്കെ വിശദമായി തന്നെ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തുടർന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഒരു വിചിത്ര വിശദീകരണവുമായി EP കളത്തിലിറങ്ങിയിരുന്നു. അതിൻ്റെ പ്രഹരം ചില്ലറയല്ല. പാർട്ടി അക്ഷരാർത്ഥത്തിൽ വിറച്ചു. പാർട്ടിയുടെ വലിയ നേതാവ് EP അടക്കം BJP പക്ഷത്തേക്ക് ചായുന്ന ആ വിവാദം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ മുഖ്യ ഘടകമായി മാറിയത്. EP ജയരാജൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പല ഏടുകളും ഈ പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. EP തന്നെ പറഞ്ഞുകൊടുത്ത് മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഈ ആത്മകഥ എന്ന് പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കുന്നു. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങും വഴി വെടിയേറ്റതിൻ്റെ വ്യക്തമായ വിവരണങ്ങളും ആ സമയത്ത് ചികിത്സിച്ച ഡോക്ടറുടെ പേരുമടക്കം പുറത്തു വന്ന ഭാഗങ്ങളിലുണ്ട്. ഇതോടൊപ്പം വിവിധ പാർട്ടി നേതാക്കൾക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങളും. EP-യുടെ പൂർണ്ണ സമ്മതമില്ലാതെ എങ്ങനെ DC ബുക്സിന് ഇതൊക്കെ കിട്ടി എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നു. അതുകൊണ്ട് തന്നെ എത്ര വിശദീകരിച്ചാലും EP ഇപ്പോൾ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് എന്ന് വ്യക്തം. ഈ പുസ്തകത്തിലെ തുറന്നുപറച്ചിൽ സൃഷ്ടിച്ച പ്രത്യാഘാതത്തിൻ്റെ അമ്പരപ്പിലാണ് ഇപ്പോൾ പാർട്ടി. EP ജയരാജൻ പറയുന്നതാണ് പാർട്ടി മുഖവിലക്കെടുക്കുന്നത് എന്നൊക്കെ MV ഗോവിന്ദൻ വിശദീകരിക്കുന്നു. എങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ്. പാർട്ടിയുടെ കൈവിട്ടു പോയിരിക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിനെക്കുറിച്ചുള്ള പരാമർശങ്ങളെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾക്കിടയിൽ EP ജയരാജൻ ഇന്ന് പാലക്കാട്ട്. വ്യാഴാഴ്ച വൈകിട്ട് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കും. എന്നാൽ എത്ര കഴുകിക്കളയാൻ ശ്രമിച്ചാലും ആ പാട് അവിടെ തന്നെ ഉണ്ടാകും. കാരണം EP പറഞ്ഞത് അത്രയും സത്യമാണ്. ഞാൻ എഴുതിയതല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിയുണ്ട് എന്ന് കണക്കാക്കിക്കോ. ഇതാണ് EP ജയരാജൻ്റെ വാക്കുകൾ. എന്നാൽ DC ബുക്സ് മാനിപ്പുലേറ്റ് ചെയ്യുകയല്ല, മാണിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് മറ്റു ചിലർ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തന്നെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരുണ്ട് എന്നും ആത്മകഥയിൽ കൃത്യമായി EP കുറിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓരോന്നും വർഷങ്ങളായി മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. അതെല്ലാം രേഖപ്പെടുത്താതെ പോകുന്നത് എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അനീതിയാകും എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് തയ്യാറാകുന്നത്. വ്യക്തമായ തുറന്നുപറച്ചിൽ തന്നെയാണ് EP ജയരാജൻ്റെ ഈ വാക്കുകളിൽ. എന്നാൽ EP പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ അന്തിമ അംഗീകാരം ലഭിക്കാതെ പ്രസിദ്ധീകരിക്കാനാണോ DC ബുക്സ് ശ്രമിച്ചത്? ഇത് DC ബുക്സിൻ്റെ വലിയ നിലവാര തകർച്ചയ്ക്കും വിശ്വാസ തകർച്ചയ്ക്കും ഇടവരുത്തും. അതുകൊണ്ട് തന്നെ DC രവി സംഭവിച്ചതെന്ത് എന്ന് കേരളത്തോട് വ്യക്തമാക്കണം. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നാണ് EP-യോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിവാദം EP പ്രതീക്ഷിച്ചതുമില്ല. എന്നാൽ മറ്റു ചിലർ അറിഞ്ഞു കളിച്ചു. 1980-ൽ DYFI രൂപം കൊണ്ടപ്പോൾ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു EP ജയരാജൻ. എന്നാൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വളരെ താഴെയാണ് കേരളത്തിലെ EP-യുടെ അവസ്ഥ. MV ഗോവിന്ദനാവട്ടെ പാർട്ടിയിൽ EP-യുടെ ജൂനിയറും. കോടിയേരിയുടെ മരണത്തിന് ശേഷം തന്നെ പാർട്ടി സെക്രട്ടറി ആക്കാമെന്നൊക്കെ പിണറായി വാക്ക് തന്നിരുന്നു എന്ന് EP അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. 2022 ജൂൺ 13 ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അതിനെ കായികമായി നേരിട്ട് ഏറെ വിവാദത്തിലായ വ്യക്തിയാണ് EP ജയരാജൻ. അതിനു പിന്നാലെ 2 മാസങ്ങൾക്ക് ശേഷമാണ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്തത്. അന്നു മുതൽ പാർട്ടിയുമായി കലഹത്തിലായി EP ജയരാജൻ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ എറണാകുളത്തേക്ക് പോയ EP അവിടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. അതും വിവാദമായി. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിൽ എല്ലാ കാലത്തും EP മുൻനിരയിൽ തന്നെ നിന്നു. പിണറായി വിജയൻ്റെ വലംകൈയായി ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന EP ജയരാജൻ ദേശാഭിമാനിയെപ്പോലും സാന്റിയാഗോ മാർട്ടിൻ്റെ കാല് പിടിച്ച് 2 കോടി രൂപ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. പിന്നെ ചാക്ക് രാധാകൃഷ്ണനുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം. ബിസിനസ്സുകാരുമായി ഒരു പാലമിട്ടിരുന്നത് EP തന്നെയാണ്. അതൊക്കെ നല്ല കാലത്ത് പിണറായി വിജയൻ ബോധപൂർവം മറന്നു. 2016-ൽ അന്ന് ആദ്യമായി മന്ത്രിയായ EP-യെ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങിയിരുന്നുവെന്നാണ് EP-യുടെ സുഹൃത്തുക്കൾ പറയുന്നത്. പിന്നീട് ചിറ്റപ്പൻ കേരളത്തിൽ ഹിറ്റായി. ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ് തന്നെ നയിക്കുന്നതെന്ന് എപ്പോഴും EP പറയും. അത് ആത്മകഥയിൽ തുറന്നെഴുതി. എന്നാൽ എന്തിനാണ് ആത്മകഥ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പുറത്തുവിട്ടത് എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധേയമാണ്. DC ബുക്സിന് അത്രയൊന്നും ത്രാണിയില്ല. പ്രത്യേകിച്ച് അനുമതിയില്ലാതെ EP-യെപ്പോലൊരാളുടെ ആത്മകഥ
അതിൽ നിന്ന് കുറേ ഭാഗം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾക്ക് നൽകാൻ. ഒടുവിൽ ബുധനാഴ്ച വൈകിട്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവി EP ഒരു പരാതി നൽകി. തന്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് ശ്രമിച്ചു. പുസ്തകത്തിൻ്റേത് എന്ന പേരിൽ അവർ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടു. ആത്മകഥയിലേത് എന്ന് പറഞ്ഞ് പുറത്തുവന്ന ഭാഗങ്ങൾ പൂർണ്ണ വ്യാജമാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു വെക്കുന്നു. സംഗതി അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. അവർ സത്യസന്ധമായി അന്വേഷിച്ചാൽ ഇക്കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാം. എന്നാൽ DC ബുക്സിൽ ആരാണ് കയ്യെഴുത്ത് പ്രതി എത്തിച്ചത്? അതിൽ EP ജയരാജൻ്റെ കയ്യക്ഷരമുണ്ടോ അതോ ടൈപ്പ് ചെയ്ത പേജുകളാണോ സോഫ്റ്റ് കോപ്പിയാണോ DC ബുക്സിൽ എത്തിച്ചത്? പഴുതുകൾ കൃത്യമായി ഇട്ടുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നതും. ആത്മകഥയുടെ ഭാഗങ്ങൾ വ്യാജമാണെന്ന് പറയുമ്പോഴും ആരുടെ സൃഷ്ടിയാണ് എന്ന് പരാതിയിൽ ഒരിടത്തും പറയുന്നില്ല. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് EP ജയരാജനുമായി കൃത്യമായ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് DC വൃത്തങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കരാർ കേരളത്തെ കാട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം DC ബുക്സിനുണ്ട്. തൻ്റെ ആത്മകഥാഭാഗം എന്ന പേരിൽ പുറത്തുവന്ന ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും DC ബുക്സ് മാപ്പ് പറയണമെന്നുമാണ് ജയരാജൻ്റെ ആവശ്യം. പുറത്തു വന്നത് താൻ എഴുതിയ ഭാഗമല്ല എന്ന് ജയരാജൻ പറയുന്നു. അഭിഭാഷകനായ K. വിശ്വൻ തന്നെയാണ് ഇക്കുറിയും വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നത്. PP ദിവ്യയുടെ അഭിഭാഷകൻ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തന്നോട് കാട്ടിയ അനീതി ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ ഒരിക്കൽ EP ജയരാജൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ആത്മകഥ എഴുത്തിൻ്റെ തുടക്കം. ആ പുസ്തകത്തിലെ ഉള്ളടക്കം ചിലർ വഴി പാർട്ടിയുടെ ഉന്നത നേതാക്കളെ തന്നെ ഏൽപ്പിക്കുന്നു. പിന്നീട് ഉന്നത നേതാക്കളിൽ ചിലർ EP-ക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു. ചിലർ ഈ പുസ്തകത്തിൻ്റെതെന്ന പേരിൽ ആ ഭാഗം പുറത്തേക്ക് വിടുന്നു. തൻ്റെ കയ്യെഴുത്തു പ്രതിയിൽ ചില മാറ്റങ്ങളുണ്ടെന്നും പെട്ടെന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട എന്നും EP DC ബുക്സിനെ അറിയിക്കുന്നു. എന്നാൽ അതിനകം തന്നെ പുസ്തകം പൂർണ്ണമായി അച്ചടിച്ചു വെച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ DC ബുക്സ് വൃത്തങ്ങൾ പറയുന്നത്. അവസാന നിമിഷം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വിമുഖതയുണ്ട് എന്ന് EP പറഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാറ്റണമെന്നായിരുന്നു EP DC ബുക്സിനെ അറിയിച്ചിരുന്നത് അത്രേ. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് DC ബുക്സ് തിരിച്ചടിച്ചു എന്ന കഥയും ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. ഉള്ളടക്കം അക്ഷരാർത്ഥത്തിൽ ചോർന്നു പോയതായിരുന്നു എങ്കിൽ DC ബുക്സ് ഇന്നലെ തന്നെ അത് ഏറ്റുപറഞ്ഞ് തങ്ങൾ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം തേടുമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം ഒരു കാര്യം വ്യക്തമാണ്, പുസ്തകത്തിൽ ഇതൊക്കെയുണ്ട്. അത് EP പറഞ്ഞിട്ടെഴുതിയതാണോ അതോ ഇടനില നിന്ന് എഴുതിക്കൊടുത്തയാൾ ഇതൊക്കെ കുത്തിത്തിരികിയതാണോ? അങ്ങനെയെങ്കിൽ ഈ പുസ്തകമൊന്ന് വായിച്ചു പോലും നോക്കാതെയാണോ EP ജയരാജൻ നേരെ DC ബുക്സിന് കൊടുത്തുവിട്ടത്? മാതൃഭൂമിയും DC ബുക്സും തമ്മിലുള്ള കുടിപ്പകയും ഇതിന് പിന്നിലുണ്ടോ? ഒരു നേതാവ്, അതും സാമാന്യ ബുദ്ധിയുള്ള നേതാവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് തൻ്റെ പുസ്തകത്തിൽ എഴുതി ആത്മഹത്യയ്ക്ക് ഒരുങ്ങുമോ? ഇത് ആത്മകഥയല്ല ആത്മഹത്യയാണ് എന്ന് ശത്രുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ. ചുരുക്കത്തിൽ പാർട്ടിയുടെ മാത്രമല്ല EP ജയരാജൻ്റെയും കഥ ഇവിടെ പൂർത്തിയാകുന്നു. പാർട്ടിയിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് EP-ക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ BJP-യിലേക്കുള്ള വഴി തെളിഞ്ഞുവെന്ന് BJP നേതാക്കൾ. ഇനി കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.